അനീഷും ആദിലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ന് രാവിലെ തന്നെ വീണ്ടും വഴക്കുണ്ടായിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അപ്പോൾ ആദില പറയുന്നു ഗെറ്റ് ലോസ്റ്റ്. അപ്പോൾ അനീഷ് പറയുന്നു അത് നിന്റെ വീട്ടിൽ പോയി നീ പറഞ്ഞാൽ മതി. വീട്ടിൽ ഞാൻ പറഞ്ഞോളാം. ഇപ്പം നിങ്ങൾ ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് കൂടിക്കൂടി പിന്നെ ടാസ്കിൻ്റെ ഇടയിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് അനീഷിൻ്റെ മുതുകിൽ ആദില ഇടിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. അത് നമ്മുടെ അക്ബറും ആര്യനും ഒക്കെ കണ്ടു ഇത്രയും. അപ്പോൾ ആദില പറയുന്നുണ്ട് ഞാൻ ആ ഇടിച്ചതിന് റീസൺ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ നിന്നപ്പോൾ ആളിങ്ങനെ നടന്ന് ഇങ്ങനെ എൻ്റെ ഷോൾഡറിൽ, അതായത് ആദിലയുടെ ചെസ്റ്റിൽ പുള്ളി മുട്ടുകൊണ്ട് ഇങ്ങനെ തട്ടി. അപ്പം അത് ആദില തന്നെ പറയുന്നുണ്ട് അത് അറിയാതെ തട്ടിയതാണ്, നടന്നു പോയപ്പോൾ തട്ടിയതാണ്, പക്ഷെ പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ ഉള്ള റിഫ്ലക്സ് ആക്ഷൻ ആയിട്ടാണ് താൻ ഇടിച്ചത് എന്ന് ആദില പറയുന്നുണ്ട്. അത് അനീഷിന് അതിൽ പരാതിയൊന്നുമില്ല. കാരണം അനീഷിൻ്റെ ഭാഗത്തുനിന്ന് അറിയാതെ ആണെങ്കിലും ഇങ്ങനെ ഇടിക്കുന്ന പോലെ അനീഷിൻ്റെ മുട്ടുകൊണ്ട് കൊണ്ടപ്പോൾ പെട്ടെന്ന് ഇടിച്ചതാണെന്നാണ് ആദില പറയുന്നത്. പക്ഷെ അത് തെറ്റായിപ്പോയി, അങ്ങനെ ഇടിക്കണ്ടായിരുന്നു എന്ന് അക്ബറൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. പുള്ളി അറിയാതെയാണ് ഇടിച്ചതെന്ന് നീ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നീ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് അക്ബറൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് താനും മനഃപൂർവ്വം ചെയ്തതല്ല, തൻ്റെ നെഞ്ചിലിങ്ങനെ പുള്ളി ഇടിച്ചപ്പോൾ ഞാനതൊരു റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് എനിക്കറിയാം. ഞാനും പെട്ടെന്ന് എൻ്റെ ദേഹം നൊന്തപ്പോൾ തിരിച്ചിടിച്ചതാണ് എന്നാണ് ആദില പറയുന്നത്. അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും ദിവസം എൻ്റെ അടുത്ത് ഇക്കയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് സൗഹൃദം ഉണ്ടാക്കാൻ വന്നില്ലേ, ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പോയി പിണങ്ങിയിരിക്കുകയാണ്. ഒരു നിവർത്തിയില്ല. ഈ ആദില അനീഷ് പ്രശ്നം അവസാനിക്കാതെ തുടരുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം.